ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ആയ ഒരു മട്ടൺ ബിരിയാണി തയ്യാറാക്കിയാലോ. അതായത് ഒരു വൈറ്റ് മട്ടൺ ബിരിയാണി. ശരിക്കും ഹൈദരാബാദി ടച്ച് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിലേക്ക് വലിയ പീസായി കട്ട് ചെയ്ത 1 കിലോ മട്ടൺ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സാധാ ബിരിയാണിക്ക് ചേർക്കുന്ന പോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില പുതിനയില അതെല്ലാം ഞാൻ ഇതിൻ്റെ അളവുകൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, അതുപോലെ തന്നെ പച്ചമുളക് അരച്ചത്, പിന്നെ നമുക്ക് തൈര് ചേർക്കുന്നുണ്ട്. 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു ബിരിയാണിയിലേക്ക് നമ്മൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതും, അതുപോലെ തന്നെ ബിരിയാണിയല്ലേ അപ്പോൾ നല്ലോണം തന്നെ മല്ലിയിലയും പുതിനയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ വരുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. നല്ലോണം തന്നെ ഇറച്ചിയിലേക്ക് മസാല പിടിക്കുന്ന വിധത്തിൽ കുഴച്ചിട്ട് കുറച്ച് സമയം, അതായത് ഏകദേശം ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലത്. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഒരു ഗ്രേവി തയ്യാറാക്കാം. ഇനി ഒരു കുക്കറിലേക്ക് ഒരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇവിടുത്തെ സ്പൈസസ് അതിലേക്ക് ഞാൻ എഴുതിയിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഇട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു 3 വലിയ സവാള കട്ട് ചെയ്തത് ഇതിലേക്കിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള അത്യാവശ്യം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒരല്പം കൂടുതൽ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരുവിധമൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഈ മസാല പുരട്ടി വെച്ച മട്ടൺ അത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്കിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സവാളയും പിന്നെ തൈരൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് വെള്ളം വറ്റിച്ചെടുക്കണം. അതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഇതൊന്ന് അത്യാവശ്യം വെന്ത് വരട്ടെ. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഈ ഒരു ബിരിയാണി തയ്യാറാക്കാൻ ബസ്മതി റൈസാണ് നല്ലത്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി ബിരിയാണിയിലേക്ക് കുറച്ച് സവാളയും അതുപോലെ തന്നെ കാഷ്യൂസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുക്കറിൽ വേവാൻ വെച്ചിരിക്കുന്ന ഇറച്ചിയുടെ ഇത് നോക്കണം. അത് ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ. ഏകദേശം ഒരു 1/4 വേവാകുമ്പോൾ നമ്മളിത് എടുക്കണം. കാരണം ഇതിൽ കുറച്ച് വെള്ളം പിന്നെയും ഉണ്ടാവും, ഈ സവാളയും ഈ തൈരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണം, നമുക്ക് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്യൂസ് അരച്ച് ചേർക്കാനുണ്ട്. ഞാനിപ്പോൾ ഒരു കൈപ്പിടി കാഷ്യൂസും ഒരു അല്പം പാലിലാണ് അരച്ചെടുക്കുന്നത്. അത് നിങ്ങൾക്ക് പാൽ ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. അതിനോടൊപ്പം തന്നെ ഒരല്പം ഫ്രഷ് ക്രീമും കൂടെ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കണം നിർബന്ധമില്ല കേട്ടോ. കാഷ്യൂസ് ചേർത്തുകൊണ്ട് തന്നെ ഇത് നിർബന്ധമില്ല, എന്നാലും ചേർത്താൽ കൂടുതൽ നല്ലത്. അപ്പോൾ നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് കിട്ടും നമുക്ക്. കണ്ടോ, അപ്പോൾ നല്ല പാകത്തിന് വെന്ത് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് ചോറ് തയ്യാറാക്കാം. ഇനി കുഴിയുള്ളൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അത്യാവശ്യം സ്പൈസസ്, ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഞാനതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊരു അളവില്ല. ചോറ് വെന്ത് വരാൻ പാകത്തിനുള്ള വെള്ളം, അത് ചോറ് ഊറ്റിയിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതും, പിന്നെ ആവശ്യത്തിന് കുറച്ച് മല്ലിയിലയും പുതിനയൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളത്തിന് ഉപ്പ് എപ്പോഴും അത്യാവശ്യം കൂടി നിൽക്കണം കേട്ടോ, കുറച്ച്, എന്നാലേ ചോറ് വെന്ത് വരുമ്പോൾ ഉപ്പുണ്ടാവുള്ളൂ, ശ്രദ്ധിക്കണം. അതുപോലെ ചോറും നമ്മൾ ഒരുപാട് വെന്ത് പോകരുത്. ഏകദേശം ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ എടുത്ത് ഊറ്റി മാറ്റി വെക്കണം. ഇനി നമുക്കിത് ദമ്മിടാൻ ഞാനിപ്പോൾ ചോറുണ്ടാക്കിയ പാത്രം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ദമ്മിടുമ്പോൾ ഇതുപോലെ താഴെ ഭാഗത്ത് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്താൽ നല്ല ചൂടായി വരുമ്പോൾ ചോറിനൊക്കെ നല്ല സ്മെല്ല് കിട്ടും. അപ്പോൾ കുറച്ച് മസാല ഞാൻ താഴെ ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാ ബിരിയാണി ദം ചെയ്യണ പോലെ തന്നെ അതിൻ്റെ മേലെ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏലക്കയും അതുപോലെ പട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുന്നത് നല്ലതാണ് ചോറിൽ നിന്ന്. അപ്പോൾ കഴിക്കുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആവില്ലല്ലോ. പിന്നെ ഉള്ളി ഫ്രൈ ചെയ്തതും അതുപോലെ കാഷ്യൂസ് ഫ്രൈ ചെയ്തതും പിന്നെ അല്പം മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മസാലപ്പൊടി ഒന്നും ഇനി ഇടരുത് കേട്ടോ, കാരണം ഇതൊരു വൈറ്റ് റൈസാണ്. മറ്റുള്ള ബിരിയാണീനേലും കുറച്ച് ഡിഫറെൻ്റാണിത്. കഴിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും.
ശരിക്കും നല്ല വൈറ്റ് കളറായിരിക്കുള്ളൂ ഇത്. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ലല്ലോ. ആ കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ പിന്നെ ഈ ഫ്രഷ് ക്രീമും കാഷ്യൂസൊക്കെ അരച്ചതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നല്ലോണം കിട്ടും നമുക്കിത് കഴിക്കുമ്പോൾ. ഇനി ഇത് എയർ ടൈറ്റായിട്ട് അടച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കുക. ദം ചെയ്യുമ്പോൾ ഞാൻ താഴെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് ഫ്ലെയിമിലേക്ക് വരുമ്പോൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ തീയിൽ നമുക്കൊരു 30 മിനിറ്റ് ദം ചെയ്തെടുക്കുക. കണ്ടോ ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. റൈസൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ബിരിയാണി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തൈര് സലാഡും അതുപോലെ പുതിന ചമ്മന്തിയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും താങ്ക് യു.